ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ഗീതൈവ പരമോധർമ്മ. ഓം ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവി ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിന. ഇന്ന് നമ്മൾ പഠിക്കുന്ന ശ്ലോകം ഇതാണ്. അർപ്പണം ബ്രഹ്മ, യജ്ഞത്തിലെ സമർപ്പണം ബ്രഹ്മമാണ്. ഹവിഹി ബ്രഹ്മ, ഹവിസും ബ്രഹ്മമാകുന്നു. ബ്രഹ്മാഗ്നവും, ബ്രഹ്മമാകുന്ന അഗ്നിയെ ബ്രഹ്മണാഹുതം, ബ്രഹ്മത്തിൽ ഹോമിക്കുന്നു. അപ്പോ ഹോതാവും ബ്രഹ്മം തന്നെ. അപ്പൊ ബ്രഹ്മ കർമ്മസമാധിന, കർമ്മത്തെ ബ്രഹ്മമായിട്ട് വിശ്വസിച്ച് തേന, ബ്രഹ്മസ്വരൂപിയായ യജ്ഞാചാര്യൻ ബ്രഹ്മ ഏവ ഗന്ധവ്യം, പ്രാപിക്കപ്പെടുന്ന സ്ഥാനവും ബ്രഹ്മം തന്നെയാണ്. ഈ ശ്ലോകം നമ്മള് ഭക്ഷണമൊക്കെ കഴിക്കുന്നതിന് മുൻപ് നമ്മളെല്ലാവരും ചൊല്ലുന്ന ശ്ലോകമാണ്. ഈ ശ്ലോകം ചൊല്ലിയിട്ട് വേണം നമ്മൾ ഭക്ഷണം കഴിക്കാൻ. അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ് ഭഗവത്ഗീതയിലെ. എല്ലാവരും ഇത് ഹൃദിസ്ഥമാക്കി വെക്കണം. കണ്ണടച്ചാൽ അത് ചൊല്ലിക്കൊടുക്കാൻ സാധിക്കണം. ഇനി നമുക്ക് ഗീതാമാധുര്യത്തിലേക്ക് പ്രവേശിക്കാം. ഞാൻ ഇതിന്റെ ഒരു വിശദാംശം ഒന്ന് പറയാം, എല്ലാവരും കേൾക്കാൻ വേണ്ടി. പൗരാണികമായിട്ട് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഭാരതീയർ എപ്പോഴും ചൊല്ലുന്ന ഭോജന മന്ത്രമാണിത്. നമ്മുടെ കുട്ടികളൊക്കെ പണ്ട് കാലത്ത് നമ്മുടെ അമ്മമാരും അച്ഛന്മാരൊക്കെ ഈ ശ്ലോകം ചൊല്ലിപ്പിച്ചതിന് ശേഷം മാത്രമേ ഭക്ഷണം കൊടുക്കാറുള്ളൂ. എന്താ കാരണം? യജ്ഞത്തിൽ സമർപ്പിക്കുന്നത് ബ്രഹ്മമാണ്. അന്നത്തിൽ നിന്നാണ് പ്രാണികളെല്ലാം ഉണ്ടാകുന്നത്, അല്ലെ? ഏത് ജീവജാലത്തിനും നിലനിൽക്കണമെങ്കിൽ അന്നം വേണം. അന്നമില്ലാതെ ഒരാൾക്കും ജീവിക്കാൻ കഴിയില്ല. അപ്പൊ ഈ പ്രാണികൾ ജീവിക്കുന്നതും അന്നം കൊണ്ടല്ലേ. അതുകൊണ്ട് തന്നെ ഋഷിമാർ അന്നത്തിന് മഹത്തായ സ്ഥാനം നൽകിയിട്ടുണ്ട്. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് വെച്ചാൽ കുറച്ച് മുതിർന്നവരൊക്കെ നോക്കി നോക്കും, ഒരു 40 വയസ്സിന് മുകളിലുള്ള ആളുകളൊക്കെ ഒന്ന് ചിന്തിച്ചോക്കെ. കുട്ടിക്കാലത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു വറ്റു പുറത്തു പോയാൽ ചീത്ത പറയും. അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് എന്ന് ആ കുട്ടിയെ ബോധ്യപ്പെടുത്താറുണ്ട് രക്ഷിതാക്കൾ. ഇന്ന് നമ്മൾ കാണുന്ന കാഴ്ച അതൊന്നുമല്ല. ഇന്ന് കാണുന്നത് അന്നത്തിനെ വികൃതമാക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. പുറത്തു പോയാലും കുഴപ്പമില്ല, കളഞ്ഞാലും കുഴപ്പമില്ല, അത് നമ്മളെ ലാട്രിനിൽ വരെ അന്നം ഇട്ടിട്ട് അത് ഒഴിവാക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. വിവാഹ ചടങ്ങുകളിലൊക്കെ ഒന്ന് പോയി നോക്കൂ, അവസാനം കുഴിച്ചു മൂടുകയാണ് ഭക്ഷണം. മണ്ണിൽ കുഴി കുത്തി അതിൽ കുഴിച്ചു മൂടുന്ന അവസ്ഥ വരെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. എത്രയോ പാവങ്ങൾ, ഭാരതത്തെയൊക്കെ സംബന്ധിച്ചിടത്തോളം കോടിക്കണക്കിന് ആളുകൾ ഒരു നേരത്തിന് അന്നമില്ലാതെ ബുദ്ധിമുട്ടുമ്പോൾ കേരളത്തിലെ കല്യാണങ്ങളും ആഘോഷങ്ങളും ഒക്കെ ഒന്ന് കാണുക. കൊറോണ കൊണ്ട് വലിയൊരു ഗുണം ഉണ്ടായിട്ടുണ്ട്, ആർഭാടം കുറേ കുറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇപ്പൊ അടുത്ത ദിവസമൊക്കെ ഞാൻ കണ്ടു 5 ദിവസം നീണ്ടു നിൽക്കുന്ന വിവാഹം. എന്തിനാ? ആദ്യത്തെ ദിവസം 100, രണ്ടാമത്തെ ദിവസം 100, അങ്ങനെ 5 ദിവസം 500 ആൾക്ക് ഭക്ഷണം കൊടുക്കുന്ന കല്യാണം. 500 പേർക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് മാത്രമല്ല, പന്തലാഡംബരം, ആഡംബരം. എന്റെ മകളുടെ വിവാഹം ഞാൻ അങ്ങനെ കൊറോണ വന്നാലും ഒരു ഇതായിട്ട് കഴിക്കില്ല. അന്നം തൊടിയിലേക്ക് വലിച്ചെറിഞ്ഞാലും ഞാൻ ആഡംബരമായിട്ടേ കഴിക്കുള്ളൂ എന്ന് വാശി പിടിക്കുന്ന ഒരു സംഭവം.
അപ്പോ അന്നത്തിന്റെ പ്രാധാന്യം മുതിർന്നവർ നമ്മളെ പഠിപ്പിച്ച പാഠം ആധുനിക കാലഘട്ടത്തിലുള്ളവർക്ക് അറിയില്ല എന്നാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ സാരാംശം. നമ്മുടെ ഋഷിമാരൊക്കെ ശിഷ്യന്മാർക്ക് ഭക്ഷണം കൊടുത്തിരുന്നതുണ്ട്. ഇല കുമ്പിള് കുത്ത്, അതിൽ കഞ്ഞി ഒഴിച്ചു കൊടുത്താൽ കഞ്ഞി കുമ്പിള് കുത്തിയതിലൂടെ ഇറങ്ങിപ്പോവാൻ പാടില്ല, അത് അകത്തേക്ക് തന്നെ കഴിക്കണം. ഇറങ്ങിപ്പോയാൽ 100 സൂര്യനമസ്കാരം ചെയ്യണം, പിന്നെ ശിക്ഷയാണ്. എങ്ങനെയാ വേണ്ട ഭക്ഷണം? യജ്ഞഭാവത്തോടെ കഴിക്കണം, സമർപ്പണമാണത്. ഇതാണ് ഭഗവാനും പറയുന്നത്. ഒരു യജ്ഞത്തിന് അടിസ്ഥാനപരമായി 4 ഘടകങ്ങൾ വേണം. എന്താ? പ്രസാദിപ്പിക്കേണ്ട മൂർത്തിയെ ദേവത എന്ന് പറയും. രണ്ടാമത്തതോ ഹോമദ്രവ്യം, ഹോമിക്കാനുള്ള ദ്രവ്യം വേണം, അതിനെ ഹവിസ് എന്നാണ് പറയുക. മൂന്നാമത്തത് അഗ്നി, ഹോമദ്രവ്യത്തെ ദഹിപ്പിക്കുന്നത് അഗ്നിയാണ്. നാലാമതായിട്ട് യജ്ഞം നടത്താൻ വേണ്ടത് വ്യക്തിയാണ്. വ്യക്തി തന്നെ ഹോതാവ്, ബ്രഹ്മമായ ഹോതാവ് ബ്രഹ്മമായ ദ്രവ്യങ്ങളെ ബ്രഹ്മമായ അഗ്നിയിലേക്ക് ബ്രഹ്മമായ ദേവതയ്ക്ക് വേണ്ടി സമർപ്പിക്കുക. ഇനി എന്താ വേണ്ടത്? അതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. എല്ലാം ബ്രഹ്മമാണ്, അല്ലെ? എല്ലാം ഭഗവാനാണ്. എല്ലാറ്റിലും നമ്മൾ ഭഗവാനെ കാണുന്നു, അല്ലെ? ബ്രഹ്മമായ ഹോതാവ് വ്യക്തി, ബ്രഹ്മമായ ദ്രവ്യം ബ്രഹ്മമായ അഗ്നിയിലേക്ക് ബ്രഹ്മമായ ദേവതയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഈ മന്ത്രം ചൊല്ലാൻ പറഞ്ഞത്. ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ബ്രഹ്മം തന്നെയായ ഞാൻ ബ്രഹ്മമായ ഭക്ഷണത്തെ ബ്രഹ്മമായ ജഠരാഗ്നിക്ക് ബ്രഹ്മത്തിനായിട്ട് കൊടുക്കുന്നു, ബ്രഹ്മത്തിനായിട്ട് അകത്തേക്ക് കഴിക്കുന്നു. ജഠരാഗ്നി, വയറ്റിലെത്തി വിശപ്പ്, അതിനെ ദഹിപ്പിച്ച് നമുക്ക് നമ്മുടെ ശരീരത്തിനുള്ള എനർജി തരും. സർവം ബ്രഹ്മമയം എന്ന തത്വം ഭഗവാൻ ഈ ഭോജന മന്ത്രത്തിലൂടെ മനുഷ്യർക്ക് നൽകിയിട്ടുണ്ട്. അപ്പോ പ്രപഞ്ചത്തിലുള്ള സകല പദാർത്ഥങ്ങളും ബ്രഹ്മത്തിന്റെ ആവിഷ്കാരാണ്. ബ്രഹ്മത്തിൽ നിന്നാണ് അന്നം ഉണ്ടാവുന്നത്. അന്നത്തെ ഭക്ഷിക്കുന്നതിന് മുൻപായി അത് ബ്രഹ്മത്തിന് സമർപ്പിക്കുന്നു എന്നത് നന്ദി സൂചകമാണ്. അപ്പൊ കുടുംബത്തിലെ അംഗങ്ങളായ ചരാചരങ്ങൾ പരസ്പരം ഐക്യത്തോടെ നിവർത്തിക്കേണ്ടത് അനിവാര്യമാണ്. അപ്പൊ വിഭാഗീയത ബ്രഹ്മ സൃഷ്ടമല്ല എന്ന് പഠിപ്പിക്കുക. അതുകൊണ്ടാ പറയുന്നത് അന്നം എന്ന് പറയുന്നത്. ഇപ്പോ അന്നദാനങ്ങളൊക്കെ നടക്കുന്നില്ലേ, അർഹതപ്പെട്ടവർക്ക് കിട്ടുന്നുണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യം. എനിക്ക് തോന്നുന്നില്ല കിട്ടുന്നുണ്ട് എന്നുള്ളത്. ഇവിടെ പണക്കാരനെ വന്നിരുന്ന് കഴിക്കുന്നത്, ഓക്കെ, ദേവന്റെ അടുത്തുനിന്നോ ദേവതയുടെ അടുത്തിരുന്നോ കഴിക്കാനായിരിക്കാം, നമുക്ക് സന്തോഷിക്കാൻ മതി. പക്ഷേ അർഹതപ്പെട്ടവരടുത്തേക്ക് എത്തണം അന്നം. അന്നദാനമാണ് ഏറ്റവും മഹത്തായ ദാനം. എന്തുകൊണ്ടാ അതിനെത്ര മഹത്തരം കൽപ്പിച്ചത് എന്ന് നമുക്ക് ചിന്തിച്ചാൽ തന്നെ അറിയാം. കൂടുതൽ വിശദാംശത്തിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുന്നത് പോലെ പുണ്യം മറ്റൊന്നുമില്ല. കഷ്ടപ്പെടുന്നവന്റെ കൂടെയാണ് നമ്മൾ ഉണ്ടാകേണ്ടത്. നിനക്ക് വിശപ്പുണ്ടോ, നിനക്ക് ഭക്ഷണം തരാൻ ഞാൻ തയ്യാറാണെന്ന് പറയണം. മറിച്ച് ഇന്ന് നമ്മുടെ സമൂഹം ആവശ്യമില്ലാത്തവരെ നിർബന്ധിച്ച് കുത്തിക്കയറ്റാണ് വയറ്റിനകത്തേക്ക്. നമ്മൾ ഈ ചെറിയ കുട്ടികളെ കണ്ടിട്ടില്ലേ, അവര് വിശന്നാ കരയും, അപ്പൊ കൊടുത്താൽ മതി ഭക്ഷണം. അല്ലാതെ ഈ ഒരു ദിവസത്തിൽ 24 മണിക്കൂറിൽ 24 പ്രാവശ്യം എന്തെങ്കിലുമൊക്കെ കുട്ടിയുടെ വയറ്റില് കുത്തി നിറച്ചു കൊടുക്കണം എന്ന് തീരുമാനിച്ചാൽ ആ തീരുമാനം കൊണ്ടുണ്ടാവുന്ന പരിണിത ഫലം കുറച്ച് വലുതാകുമ്പോഴേക്ക് ഈ കുട്ടി അസുഖത്തിന്റെ കൂടാരമായിട്ടങ്ങ് മാറും. കുട്ടികൾക്ക് അവർക്ക് ആവശ്യമുള്ള സമയത്ത് അവർ കരഞ്ഞു വാങ്ങും ഭക്ഷണം. അവർക്ക് ഒരു ഫോർമാലിറ്റി പ്രശ്നമില്ല. കുട്ടികളെ നിങ്ങൾ അങ്ങനെയൊന്നും കരുതണ്ട. അവർക്ക് വിശന്ന അവർ വരും ചെയ്യും, ചോദിക്കും ചെയ്യും, വാങ്ങും ചെയ്യും. ചോദിച്ച് കിട്ടിയില്ലെങ്കിൽ വാരി വലിച്ചെടുത്ത് തിന്നും ചെയ്യും. അപ്പൊ അന്നദാനം എന്ന് പറയുന്നത് മഹാദാനമാണ് എന്ന് സമൂഹത്തെ പഠിപ്പിക്കാൻ സാധിക്കണം. അതുകൊണ്ടാണ് അന്നത്തിന് നമ്മൾ ഇത്ര പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നമ്മുടെ രക്ഷിതാക്കൾ ആരും അന്നം കളയാൻ സമ്മതിക്കില്ല, ഒരു വറ്റ് പുറത്തു പോകാൻ സമ്മതിക്കില്ല. അങ്ങനെ പുറത്തു പോയാൽ അത് ശിക്ഷാർഹമാണ്. അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ മനസ്സിനുള്ളിൽ
അന്നത്തിന് കൊടുക്കേണ്ട മഹത്തരമായ ദാർശനിക തലമാണ് ഈ ഒരൊറ്റ ശ്ലോകത്തിലൂടെ ഭഗവാൻ നമ്മുടെ മുന്നിൽ വെച്ചത്. അങ്ങനെ വിശാലമായ ഒരു കാഴ്ചപ്പാട് നമ്മളിൽ സൃഷ്ടിക്കപ്പെടുമ്പോ നമ്മൾ ഓരോരുത്തരും നന്മകളിലേക്ക് മെല്ലെ യാത്ര ചെയ്യാൻ തുടങ്ങും. നമുക്കറിയാം, പണ്ട് കാലത്ത് ഈ അസുരന്മാരൊക്കെ അവര് ദേഷ്യം വന്നു കഴിഞ്ഞാൽ അന്നത്തിന് കൊണ്ടുവച്ചിട്ടുള്ള കലവറയൊക്കെ പോയിട്ട് ഇടിച്ച് പരത്തി അവിടെയുള്ള എല്ലാം നശിപ്പിക്കും. ഒരാളും ഭക്ഷണം കഴിക്കേണ്ടെന്ന് പറയും. പക്ഷെ അന്നും അത് തിരുത്താൻ ഭഗവാൻ അവതാരം എടുത്തിട്ടുണ്ട്. ഇന്നും അത് തിരുത്താൻ ഭഗവാൻ അവതാരം എടുത്തിട്ടുണ്ട്. ആരാ? നമ്മളൊക്കെ തന്നെയാണ്. നമുക്ക് തിരുത്താം. അത്താഴ പട്ടിണിക്കാരുണ്ടോ എന്ന് തറവാട്ടിലുള്ളവർ പണ്ട് ചോദിച്ചിരുന്നത് ഫോർമാലിറ്റിക്കല്ല. അത്താഴ പട്ടിണിക്കാരുണ്ടെങ്കിൽ അവർക്ക് അന്നം കൊടുക്കാൻ തന്നെയാണ്. ഇന്ന് ചില കുടുംബങ്ങളിൽ അത്താഴ പട്ടിണിക്കാരുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അതെന്താന്ന് ചോദിച്ചാൽ പണിക്കര് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു പ്രാവശ്യങ്ങളും ചോദിക്കണം, ഇല്ലെങ്കിൽ വീടിന്റെ ഐശ്വര്യം പോകുന്നു. ഭക്ഷണം കൊടുക്കാനല്ല, പണിക്കര് പറഞ്ഞത് കൊണ്ട് ചോദിക്കുന്ന അവസ്ഥ. അപ്പൊ അന്നത്തിന് നമ്മൾ കൊടുക്കേണ്ട മൂല്യം നഷ്ടപ്പെടാതെ നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കണം. നാളെ കാണാം അടുത്ത ശ്ലോകവുമായി. ഗീതൈവ പരമോധർമ്മ.